പോറ്റി ഈ പ്രതീകാത്മകമായ താക്കോൽ മുഖ്യമന്ത്രി ഏൽപ്പിച്ചതിനു ശേഷം അതേ വസ്ത്രത്തിൽ ADGPയുടെ ഓഫീസിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയി ADGP ആയിരിക്കുന്ന ശ്രീജിത്തിനെ പൊന്നാടി അണിയിക്കുകയുണ്ടായി. എന്തിനാണ് പോറ്റി ശ്രീജിത്തിനെ പൊന്നാടി അണിയിച്ചത്? ഇതെല്ലാം സംശയങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പൊ പോറ്റിയുമായി ഇന്നിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ള സംശയത്തിന്റെ മുനയിൽ നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും പോറ്റിയുമായുള്ള ബന്ധമാണ് പറയുന്നത്. പോറ്റിയിൽ നിന്ന് തുടങ്ങി പോറ്റി അറസ്റ്റ് ചെയ്തപ്പോൾ ഒരു പോറ്റി മാത്രമുള്ളൂ. ആരാണ് പോറ്റി എന്ന് ചോദിച്ചു. പോറ്റി പിന്നീട് വന്നപ്പോൾ അത് വാസുവിലേക്ക് വന്നു, അത് പത്മകുമാറിലേക്ക് വന്നു. അങ്ങനെ ഘട്ടം ഘട്ടമായി ഇപ്പോൾ ബഹുമാനായ ശ്രീ കടകംപള്ളിയിലേക്ക് നിൽക്കുന്നു. ഇനിയും ഇതിന്റെ പല വ്യക്തികളും നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ ശൃംഖല വലുതാണ്. ഉന്നതന്മാരായ പല വ്യക്തികളുടെയും ഒത്താശയോടു കൂടിയാണ് ശബരിമല പോലെയുള്ള ഒരു പുണ്യക്ഷേത്രത്തിൽ നിന്നും ഇത് കവർ ചെയ്യാനുള്ള ധൈര്യവും ആത്മവിശ്വാസവും ഈ കവർച്ചക്കാർ കിട്ടിയുള്ളൂ. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇപ്പോൾ സോണിയാഗാന്ധിയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ കാട്ടി പീഡിപ്പിക്കുന്ന മുഖ്യമന്ത്രി സ്വന്തം ഈ പറയുന്ന പോറ്റിയും അതുപോലെ തന്നെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനുമായി കഴിഞ്ഞ കുറെ നാളുകളായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെയും ഞങ്ങൾ അന്വേഷിക്കണം. സമഗ്രമായൊരു അന്വേഷണം മുഖ്യമന്ത്രി ഉൾപ്പെടെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉൾപ്പെടെ, ശ്രീ ശശി ഉൾപ്പെടെ, ശ്രീ ശ്രീജിത്ത് ഉൾപ്പെടെയുള്ള അവരെ കൂടി ഇതിന്റെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ തയ്യാറാകണം. പക്ഷെ അവിടെ ഒരു സംശയമുണ്ട്. മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ നടപടിക്ക് തയ്യാറായാൽ അത് എത്രമാത്രം വസ്തുതകൾ തെളിയുമെന്ന സംശയം ബാക്കി നിൽക്കുന്നു. എങ്കിൽ പോലും ഈ അന്വേഷണം നടത്താൻ തയ്യാറാകണം. ഇത് ഇന്ന് ഈ ഒരു ഗുരുതരമായ ഈ അന്വേഷണത്തിൽ തന്നിലേക്കും തൻ്റെ ഓഫീസിലേക്കും അന്വേഷണം നീങ്ങുമെന്ന് കണ്ടപ്പോഴാണ് മറ്റു ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ച് ഇതിൽ നിന്നും ഇതിന്റെ മുഖ്യ ലക്ഷ്യം തിരിച്ചുവിടുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്.